Hi, this is Fawaz Ahmed on behalf of Team A. So, ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ TDS അല്ലെങ്കിൽ നമ്മളുടെ GST റിട്ടേൺസിലെ TDS ഡിഡക്ഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. സോ ഒരുപാട് പേർക്ക് ഇപ്പോൾ മെയിൻലി നമുക്കറിയാം നമ്മൾ പലവരും ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ബോഡീസിന് നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദേ വിൽ ഡിഡക്ട് TDS GST പെർവ്യൂവിലുള്ള TDS ഉണ്ട്, അതേപോലെ തന്നെ ഇൻകം ടാക്സ് പെർവ്യൂവിലുള്ള TDS ഉണ്ട്. GSTയിൽ നമ്മൾ 2% TDS പിടിക്കും, ഇൻകം ടാക്സിൽ അത് 10%, 1%, 2% ആസ് പെർ സെക്ഷൻസിൽ ഡിഫർ ചെയ്യും. സോ ഞാനിവിടെ ടോക്ക് ചെയ്യാൻ പോകുന്നത്, ടു ബി ക്ലിയർ, ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് GSTയിൽ വരുന്ന TDSനെ കുറിച്ചിട്ടാണ്. ഓർ GSTയിൽ വരുന്ന ഏതൊക്കെ ട്രാൻസാക്ഷൻസിലാണ് നമ്മൾ TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാനിവിടെ ഈ വീഡിയോ ഇടുന്നത്. സോ ദ ഫസ്റ്റ് പെർസ്പെക്ട്, ആ TDSയിൽ വരുന്ന എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസിനാണ് TDS ഡിഡക്റ്റ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 250,000 മുകളിൽ മോർ ദാൻ 250,000 ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഒരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റിക്ക് അല്ലെങ്കിൽ വില്ലേജസ്, മുനിസിപ്പാലിറ്റീസ് ഓർ സം അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിച്ച് ഇസ് ബീൻ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ ആ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് 250,000 മുകളിലുള്ള ട്രാൻസാക്ഷനുകൾക്ക് 2% TDS പിടിക്കും. അത് 1% CGSTയും 1% SGSTയുമാണ് പിടിക്കുന്നത്. ഇൻ കേസ് പ്ലേസ് ഓഫ് സപ്ലൈ അല്ലെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയർ വേറെ സ്റ്റേറ്റിലാണെങ്കിൽ IGST 2% പിടിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ ഏത് ട്രാൻസാക്ഷനാണ് TDS വേണ്ടത്? 250,000 കീഴെയുള്ള എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിന് ചെയ്യുകയാണെങ്കിൽ അതിൽ TDS വരില്ല. ഓൺ ദ സെയിം ടൈം നമ്മളുടെ പ്ലേസ് ഓഫ് സപ്ലൈയും ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറും വേറെ സ്റ്റേറ്റിലാണ്, ലൊക്കേഷൻ ഓഫ് ദി റെസിപ്പിയൻറ്റ് വേറെ സ്റ്റേറ്റിലാണെങ്കിലും TDS വരില്ല. സോ ഈ 2 types ഓഫ് ട്രാൻസാക്ഷൻസിനാണ് TDS ഇഫക്റ്റ് ചെയ്യാത്തത്. സോ ബേസിക്കലി 250,000 മുകളിൽ വരുന്ന എല്ലാ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിനും വിത്തിൻ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിനും ഗവൺമെൻറ്റിന് കൊടുക്കുന്ന വിത്തിൻ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസിനും TDS വരും. ഫോർ എക്സാമ്പിൾ, PWD കോൺട്രാക്ടേഴ്സ് ഗവൺമെൻറ്റിന് റോഡ് പണിത് കൊടുക്കും. ദാറ്റ്സ് എ സർവീസ് വിച്ച് ഹസ് ബീൻ പ്രൊവൈഡഡ് ബൈ PWD കോൺട്രാക്ടേഴ്സ് ടു ഗവൺമെൻറ്. സോ അങ്ങനെ ഒരു ട്രാൻസാക്ഷൻസ് വരുമ്പോൾ 250,000 മുകളിലാണ് ആ ട്രാൻസാക്ഷൻ്റെ വാല്യൂ എങ്കിൽ ഗവൺമെൻറ് വിൽ ഡിഡക്ട് TDS. ഇൻ മോർ ഓവർ, ഇനി ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് അല്ലെങ്കിൽ TDS ഡിഡക്റ്റ് ചെയ്യുന്നവർ എന്തെല്ലാം ചെയ്യണം? ഓക്കെ, ഈ TDS ഡിഡക്റ്റ് ചെയ്യുന്നത് ലോക്കൽ അതോറിറ്റി, ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതൊരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. സോ ഇത്തരം ആളുകളാണ് TDS ഡിഡക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകളാണ് TDS ഡിഡക്റ്റ് ചെയ്യുക. സോ ഇത്തരം എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ സെപ്റ്റംബർ 2017 മുതൽ അവർ രജിസ്റ്റർ ചെയ്യാൻ ബാധകമാണ്. TDSനും GST രജിസ്ട്രേഷൻ എടുക്കണം. സോ അതൊരു പെർട്ടിക്കുലർ രജിസ്ട്രേഷനാണ്. ആ രജിസ്ട്രേഷൻ അവർ അപ്ലൈ ചെയ്ത് 3 ദിവസത്തിനുള്ളിൽ തന്നെ അവർക്ക് രജിസ്ട്രേഷൻ കിട്ടും. അങ്ങനെ അവർ അപ്ലൈ ചെയ്തിട്ടാണ് ഈ TDS രജിസ്ട്രേഷൻ എടുക്കുന്നത്. അവർ ഡിഡക്റ്റ് ചെയ്യുന്ന എല്ലാ എമൗണ്ടുകളും ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യേണ്ട ഡേറ്റ് ഈ മാസത്തേത് നെക്സ്റ്റ് മന്ത് 10th ഫയൽ ചെയ്യേണ്ടത്. അത് GSTR 7 എന്ന റിട്ടേൺ ഉപയോഗിച്ചിട്ടായിരിക്കണം ഫയൽ ചെയ്യേണ്ടത്. ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും GSTR 7A സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ 100 രൂപ വീതം ഒരു ദിവസം പിഴ വരും. അതിന് മാക്സിമം 5,000 ആണ് പിഴ വരുന്നത്. അതേപോലെ തന്നെ TDS റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിലും ഫൈനുണ്ട്. ഫൈൻ ഇല്ല, ഇപ്പോൾ നിൽ റേറ്റഡ് റിട്ടേൺസിന് ഫൈൽ ഇല്ല എന്ന് പറയുന്നെങ്കിലും ഇപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് അവയ്ക്കും ഫൈനുണ്ട്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇവർക്ക് ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യണോ? സെക്ഷൻ 44 CGST ആക്ടിലെ സെക്ഷൻ 44 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ TDS രജിസ്റ്റർ ചെയ്ത വ്യക്തികൾ അവരുടെ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം. എന്ന് ഫയൽ ചെയ്യണം? ഈ ഫിനാൻഷ്യൽ ഇയറിൻ്റെ നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ഡിസംബർ 31 ഉള്ളിൽ ഫയൽ ചെയ്യണം TDS റിട്ടേൺസ്. മോർ ഓവർ, ഏത് വ്യക്തിയാണോ TDS ഡിഡക്റ്റ് ചെയ്തിട്ടുള്ളത്, എത്ര ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റെസിപ്പിയൻറ്റിൻ്റെ GSTR 2Aയിലും GSTR 4ലും റിഫ്ലക്റ്റ് ആവും. സോ ഇതൊക്കെയാണ് TDS പ്രൊവിഷനെ കുറിച്ചിട്ടുള്ള ഒരു പെർവ്യൂ. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. നോർമൽ രജിസ്ട്രേഷനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് നമ്മുടെ TDS രജിസ്ട്രേഷൻ. അതൊരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് TDS ഡിഡക്റ്റ് ചെയ്യുക. അപ്പോൾ റെസിപ്പിയൻസ് അറിയണം അവരുടെ എമൗണ്ട് അവർക്ക് കിട്ടുന്നതിൽ അവർക്ക് ഡിഡക്ഷൻസ് സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 1000 കിട്ടേണ്ടടുത്ത് അവർക്ക് 950 980 ഒക്കെ കിട്ടുകയാണെങ്കിൽ അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ ഇൻവോയ്സിൽ TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. സോ ആ ഒരു പെർവ്യൂ അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു.